Good morning, everybody. Welcome back to our English classroom. Project Tigerന്റെ മൂന്നാമത്തെ പാർട്ട്. Paragraph 15. We mounted the camera on its tripod and placed it so that it faced the bamboo grove. ഇവിടെ നമ്മൾ കാണുന്നത് ആ സീന് ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ മുളങ്കാട്ടിനുള്ളിൽ ക്യാമറ അവർ ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലുള്ള ക്യാമറയൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? അതിനെയാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ട്രൈപോഡിൽ നന്നായിട്ട് ഈ ക്യാമറ ഫിറ്റ് ചെയ്തു. ബാംബൂ ഗ്രൂവിലേക്ക് നേരെ ക്യാമറ ഫോക്കസ് ചെയ്താണ് വെച്ചേക്കുന്നത്. The audience was instructed to get behind the camera and to stand as far back as possible. അപ്പോൾ ധാരാളം പേര് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ ക്യാമറയുടെ പിന്നിൽ പോയി നിൽക്കാനും പരമാവധി അവിടെ നിന്ന് അകന്നു നിൽക്കാനൊക്കെ ആയിട്ട് ഇവർ നിർദ്ദേശം നൽകുകയുണ്ടായി. We had to stay relatively close to the bamboo grove and Goopy and Baga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുമായിട്ട് മുളങ്കാടിനോട് അടുത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യം നമ്മുടെ സത്യജിത് റേയ്ക്കും ബാക്കി എൻ്റെ അണിയറ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. കാരണം എന്താണ്? കടുവയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഷോട്ടെങ്കിലും നമ്മുടെ ഗൂപിയും ബാഗയുമാണല്ലോ മെയിൻ കഥാപാത്രങ്ങൾ. അവർ ഈ കടുവയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഷോട്ടെങ്കിലും ഈ ക്യാമറയിൽ എടുക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അടുത്തടുത്ത് ആയിരിക്കണം അല്ലേ? അപ്പം എല്ലാവരും അങ്ങനെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ആണ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. 16ാമത്തെ പാരഗ്രാഫ്. Mr. Thorat's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. അതായത് നമ്മുടെ കടുവ നടക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആ പ്രദേശമുണ്ടല്ലോ. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് ഒരു 30 അടി അകലെയായിട്ട് നമ്മുടെ മിസ്റ്റർ തൊറാട്ടിൻ്റെ ആളുകൾ 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി നിലത്ത് ഉറപ്പിച്ചു വെച്ചു. മിക്കവാറും കുഴിച്ചിട്ടിട്ടുണ്ടാവും നല്ല ഉറപ്പിൽ. ഓക്കെ. They took a thin long wire and fixed one end to the collar made of tiger skin that tiger was already wearing. ഓക്കെ. ഇവിടെ അവർ വണ്ണം കുറഞ്ഞ എന്നാൽ നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒരറ്റം നമ്മുടെ കടുവയുടെ നേരത്തെ തന്നെ അതിൻ്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന ആ കടുവ തോല് കൊണ്ടുള്ള കോളറിൽ ബന്ധിപ്പിച്ചു. ഓക്കെ. The other end was tied firmly to the visible portion of the iron rod. ഈ കെട്ടിയതിൻ്റെ മറ്റേ അറ്റം, ആ കമ്പിയുടെ മറ്റേ അറ്റം കാണാൻ കഴിയുന്ന ഒരു ഭാഗത്തായിട്ട് വളരെ ബലമായിട്ട് തന്നെ നന്നായിട്ട് കെട്ടിവെച്ചു. The door of one of the cages was unfastened and Mr. Thorat called out to the tiger. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ തൊറാട്ട് വന്നിട്ട് ഈ കൂടിൻ്റെ ഒന്നിൻ്റെ വാതിലിൻ്റെ ലോക്ക് മാറ്റുന്നു. അതായത് ആ വാതിൽ തുറക്കുന്നു. എന്നിട്ട് മിസ്റ്റർ തൊറാട്ട് കടുവയെ വിളിക്കുകയാണ് പുറത്തേക്ക്. It responded almost at once and sprang out of its cage to land on the open space outside. അപ്പോൾ മിസ്റ്റർ തൊറാട്ട് കടുവയെ വിളിച്ചു. ആ സമയത്ത് തന്നെ ഇത് പ്രതികരിക്കുകയും പെട്ടെന്ന് തന്നെ പുറത്തേക്കുള്ള തുറന്നിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് അത് കൂടിൻ്റെ പുറത്തേക്ക് കുതിച്ച് ചാടുകയും ചെയ്തു. എടുത്ത് ചാടി. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ വളരെയധികം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. എന്തായിരിക്കും അപ്രതീക്ഷിതമായ ആ കാര്യങ്ങൾ? എന്തായിരിക്കും? One look at Mr. Thorat's startled and helpless face told us that he was as taken aback as the rest of us. വളരെ പരിഭ്രമിച്ച് നിസ്സഹായനായിട്ട് നിൽക്കുന്ന മിസ്റ്റർ തൊറോട്ടിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്ന ഏതൊരു മനുഷ്യനും ഞങ്ങളെപ്പോലെ തന്നെ, അതായത് മിസ്റ്റർ സത്യജിത് റായെ പോലെ തന്നെ അദ്ദേഹവും വളരെയധികം സംഭ്രമിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന്
മനസ്സിലാകാത്ത രീതിയിൽ വളരെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു മിസ്റ്റർ തൊറോട്ടിൻ്റെ ഭാവം പോലും മുഖത്തെ. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, ദ ടൈഗർ സ്റ്റാർട്ടഡ് prancing around with a tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? വിളി കേട്ട് പുറത്തേക്ക് വന്ന ടൈഗർ വളരെ അന്തസ്സോടുകൂടി പതുക്കെ മിതമായ സ്പീഡിൽ നടക്കേണ്ടതിന് പകരം വളരെ ആവേശത്തോടുകൂടി അങ്ങ് കുതിച്ചു ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും തുള്ളി മറിയാനൊക്കെ തുടങ്ങി. ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടു മറിയുകയാണ്. അപ്പോൾ ഈ ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കമ്പിയിൽ വളരെ സാഹസികമായിട്ട് മുറുകെ പിടിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളെ റിംഗ് മാസ്റ്റർ. പക്ഷേ അദ്ദേഹത്തിന് ഈ ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹവും ഈ കടുവയോടൊപ്പം നിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ട് മറിയുന്നുണ്ട്. കടുവ അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് അതിലേക്ക് ഉരുണ്ട് ചാടി മറിഞ്ഞിങ്ങനെ നടക്കുകയാണ്. എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമായി. We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. So, ക്യാഷൊന്നും മുടക്കാതെ കാണാൻ കിട്ടിയ വളരെ വിചിത്രമായ ഒരു പുതിയ ഇനം സർക്കസ്, അത് കണ്ടുകൊണ്ട് ചുറ്റുപാടും നിൽക്കുന്ന വ്യക്തികളും അതുപോലെ ഞങ്ങളും വിഡ്ഢികളെ പോലെ അത് കണ്ടുകൊണ്ട് അവിടെ നിന്നു. എന്തോ ഒരു പുതിയ തരം സർക്കസ് കാണിക്കുന്നത് പൈസയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലെ. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അപ്പോൾ നമ്മുടെ ബാംബു ഗ്രൂവിലേക്ക്, ആ മുളങ്കാട്ടിലേക്ക് കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറ ഈ സമയത്തും ആ 3 കാലിൽ അതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കടുവ ആ വഴിക്കൊന്നും വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണിച്ചിട്ടില്ല. ആ പ്രദേശത്തേ വന്നില്ല. അതായത് അവർക്ക് കിട്ടേണ്ട രീതിയിലൊന്നും അതിൻ്റെ അകത്ത് കടുവ അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി നമുക്ക് സൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. വൈ വാസ് മിസ്റ്റർ തൊറാട്ട് ടേക്കൺ എ ബാക്ക്? അതായത് എന്തുകൊണ്ടാണ് മിസ്റ്റർ തൊറാട്ട് ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് ചോദ്യം. When the cage was opened, the tiger jumped out and started to move, but it was violently. Mr. Thorat was terribly shocked by seeing that. അതായത് ആ കേജ് തുറന്ന സമയത്ത് നമ്മുടെ കടുവ പുറത്തേക്ക് ചാടുകയും വളരെ വയലൻ്റായിട്ട് അതിലെ ഓടിച്ചാടി കളിക്കുകയും ചെയ്തു. അതായത് മിസ്റ്റർ തൊറാട്ടിൻ്റെ കൺട്രോളിൽ നിന്നില്ല. അത് കണ്ട് തൊറാട്ട് വളരെയധികം ഞെട്ടിപ്പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ടൈഗേഴ്സ് അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ? ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കടുവയുടെ ആ പെരുമാറ്റത്തിൻ്റെ കാരണം അതെന്തായിരിക്കാം എന്നാണ് ചോദ്യം. ബിക്കോസ് ഇറ്റ് വുഡ് ബി എ ഫസ്റ്റ് ടൈം ദാറ്റ് ദ ടൈഗർ became so free in such an open area. And he saw a lot of people around also. അതായത് ടൈഗറിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം അതുപോലെ ഫ്രീ ആയിട്ടൊരു ഓപ്പൺ ഏരിയയിലേക്ക് തുറന്നു വിടുന്നത്. അതുപോലെ ഇത്തരം ജനങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഫ്രീ ആയിട്ട് ഓപ്പൺ ഏരിയയിലേക്ക് അത് ചാടി വന്നത്. അതായിരിക്കാം ടൈഗർ അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം. ആദ്യമായിട്ട് കിട്ടുന്ന ഫ്രീഡം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഹൗ ഡസ് റേ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി? ഈ നടന്ന സന്ദർഭം എങ്ങനെ വളരെ രസകരമായിട്ട് അദ്ദേഹം വിവരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. So here he says, we stood around foolishly, watching a new and strange kind of circus which we were getting to see for free. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? വളരെ ഫൂളിഷായിട്ട് മണ്ടന്മാരെ പോലെ വിഡ്ഢികളെ പോലെ ഇങ്ങനെ നോക്കിയിരുന്നു. എങ്ങനെ? ഒരു പുതിയ തരം സർക്കസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അതിൻ്റെ പ്രത്യേകത, ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് ഒരു പുതിയ ഇനം സർക്കസ് അത് കണ്ടിങ്ങനെ നിൽക്കുന്ന വിഡ്ഢികളായ
ആളെപ്പോലെ അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് അവതരിപ്പിക്കുകയാണ് രസകരമായിട്ട്. പാരഗ്രാഫ് 17. Once the tiger had calmed down, we managed to take a few shots we needed. അപ്പം ഇതിനിടയ്ക്ക് എപ്പോഴോ നമ്മുടെ കടുവ ഒന്ന് ശാന്തമായി. ആ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ എങ്ങനെയൊക്കെയോ എടുത്തു. ഓക്കെ, ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ അതാണ് ഈ ഒരു കഥയുടെ അവസാന ഭാഗം ആകേണ്ടിയിരുന്നത്. അങ്ങനെയായിരിക്കും ഈ കഥ അവസാനിക്കേണ്ടത്. പക്ഷേ but when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവരെ കൽക്കട്ടയിൽ തിരിച്ചെത്തി കടുവയോടൊത്ത് എടുത്ത രംഗങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ക്യാമറ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന്. അതെങ്ങനെയാണ് മനസ്സിലായത്? The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. അതായത് നമ്മുടെ വൃക്ഷങ്ങളുടെയും ഇലകളുടെയും ഒക്കെ പശ്ചാത്തലവുമായി കടുവ വളരെയധികം പൂർണ്ണമായി ലയിച്ച് ചേരുന്ന തരത്തിൽ ഷോട്ടുകൾ വളരെ ഇരുണ്ടുപോയി, കറുത്തുപോയി, വേണ്ടത്ര വെളിച്ചമൊന്നുമില്ലാതെ വളരെ ഡാർക്കായിട്ടുള്ള ഷോട്ട്സ് ആയിപ്പോയിരുന്നു, അണ്ടർ എക്സ്പോസ്ഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്ന് എടുക്കുന്ന സമയത്ത് മനസ്സിലായില്ലേ എന്ന്. ഇന്നത്തെ പോലെയുള്ള ക്യാമറയല്ല അന്ന്, നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന പോലെ സ്ക്രീനിൽ അന്ന് കാണാൻ പറ്റില്ല. ഇത് പിന്നീട് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് ഔട്ട് കാണാൻ പറ്റുക. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. അപ്പോൾ ആ രംഗങ്ങൾ മുഴുവൻ ഇനി നമ്മൾ ആദ്യം മുതൽ ചിത്രീകരിക്കണം, വീണ്ടും ഷൂട്ട് ചെയ്യണം. അത്രമാത്രം പഴയ ഷോട്ടുകൾ കൊള്ളത്തില്ല. We spoke to Mr. Thorat and he agreed to give it another go. ഞങ്ങൾ മിസ്റ്റർ തൊറാട്ടുമായിട്ട് സംസാരിച്ചു. അപ്പം മറ്റൊരു പ്രാവശ്യവും കൂടി ഷൂട്ട് ചെയ്യാൻ അദ്ദേഹം ഇതെല്ലാം അറേഞ്ച് ചെയ്യാമെന്നുള്ള കാര്യം ഏറ്റു. We found another bamboo grove closer to Calcutta in a village called Borel. അപ്പോൾ ബോറൽ എന്നൊരു വില്ലേജ്, കൽക്കട്ടയുടെ വളരെ അടുത്ത് നിൽക്കുന്നൊരു വില്ലേജിൽ വേറൊരു മുളങ്കൂട്ടം ഇവർ കണ്ടുപിടിച്ചു. The lorry arrived once more with Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. അപ്പോൾ മുളങ്കാട കണ്ടെത്തി. അങ്ങനെ ഒരിക്കൽ കൂടി മിസ്റ്റർ തൊറോട്ടും അതുപോലെ നമ്മുടെ കടുവയും ഇരുമ്പ് കമ്പിയും പ്രത്യേക കോളറും ഇരുമ്പ് ദണ്ട് ബന്ധിപ്പിക്കേണ്ട സാധനങ്ങളെല്ലാം ലോറിയിൽ ഒരിക്കൽ കൂടി എത്തിച്ചേർന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. അതുമാത്രമല്ല, ലോറി എത്തി, അതിനോടൊപ്പം തന്നെ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും എത്തി. ഒരു വണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടപ്പം ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ജനങ്ങളെല്ലാം അതിൻ്റെ പുറകെ പോന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഒരു 70 അടി ദൂരെയെങ്കിലും മാറി നിൽക്കണമെന്ന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വില്ലേജേഴ്സിനോട്, ഗ്രാമവാസികളോട് പറഞ്ഞു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് they were told. The entire crowd moved as close to the camera as they could. പക്ഷേ വല്ല ഗുണമുണ്ടോ? ആരും അതനുസരിച്ചില്ല. ഈ വന്ന വില്ലേജസ് ആരും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഒന്നും അനുസരിക്കാൻ റെഡിയായില്ല. എല്ലാവരും മാക്സിമം ക്യാമറയോട് ചേർന്ന് തന്നെ എത്രമാത്രം മുന്നോട്ട് കയറി നിൽക്കാമോ അതുപോലെ കയറി ക്യാമറയോട് ചേർന്ന് നിൽക്കുകയാണ്. We could not afford to waste any more time explaining and arguing. So we got the camera ready and signaled to Mr. Thorat. വളരെ പ്രാവശ്യം നമ്മുടെ വില്ലേജേഴ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അകന്ന് നിൽക്കൂ, മാക്സിമം ക്യാമറയിൽ നിന്ന് 70 feet അകലെയെങ്കിലും മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും എത്ര ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടും ഇവരാരും അനുസരിക്കുന്നില്ല. എല്ലാവരും ക്യാമറയോട് ചേർന്ന് തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഇവരോട് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല, ടൈം വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെന്ത് ചെയ്തു? ഷൂട്ട് ചെയ്യാനുള്ള തുടക്കം ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. മിസ്റ്റർ തൊറോട്ടിന് സിഗ്നൽ കൊടുത്തു, അതായത് നമ്മുടെ ടൈഗറിനെ കൂട്ടിൽ നിന്നും തുറന്നു വിടാനായി. നൗ പാരഗ്രാഫ് 18. He opened the door of the cage. നമ്മുടെ തൊറോട്ട് ടൈഗറിൻ്റെ കൂട് ഓപ്പൺ ചെയ്തു. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera.
നമ്മുടെ തൊറാട്ട് കൂടിൻ്റെ വാതിൽ തുറന്നതും ഒരു വലിയ ശബ്ദത്തോടു കൂടി ആ വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ കടുവ ഒരു വലിയ അലർച്ചയോടുകൂടി ചാടിയിങ്ങ് നമ്മുടെ ക്യാമറയുടെ പുറകിൽ തടിച്ചു കൂടിയിരിക്കുന്ന ഗ്രാമത്തിലെ ആ ജനങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചങ്ങ് വന്നു. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. അപ്പോൾ ആ ക്യാമറയുടെ പുറകിൽ തടിച്ചു കൂടിയിരുന്ന ജനങ്ങൾ ഏതാണ്ട് ഒരു 150ഓളം വരുന്ന ജനക്കൂട്ടം ഒരു മന്ത്രശക്തി പോലെ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി. അതായത് ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ല, ഒരു മാജിക്കിൽ സംഭവിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. എന്താണ് അതിന് കാരണം? കടുവ ഓടിച്ചാടി അവരുടെ മുമ്പിലേക്ക് വന്നു. ഒരു ഭയന്ന് ജീവനും കൊണ്ട് ഓടി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. അത്തരത്തിൽ വളരെയധികം പവറോടുകൂടി ചാടി ഗർജിച്ചു വന്ന ആ ടൈഗർ പെട്ടെന്ന് തന്നെ വളരെ ശാന്തനായി. Like an obedient child, it walked over to the spot we had chosen, paced about quietly as it was required to, and then ambled back to its trainer. അങ്ങനെ ശാന്തനായി നിന്ന കടുവ ഇവർ പറഞ്ഞ ഭാഗത്ത് നിൽക്കുകയും പറഞ്ഞ രീതിയിൽ തന്നെ വേണ്ട സ്ഥലത്തേക്കത് നടക്കുകയും ചെയ്യേണ്ട രീതിയിൽ ചുവടൊക്കെ വെച്ച് അതിൻ്റെ പരിശീലകൻ്റെ അടുത്തേക്ക് പതുക്കെ തിരിച്ചു പോവുകയും ചെയ്തു. അതായത് നമ്മുടെ ടൈഗർ എങ്ങനെയൊക്കെയാണോ നമ്മുടെ സത്യജിത്ത് റേയുടെ മനസ്സിൽ ഈ ടൈഗർ അഭിനയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുവോ അതേപോലെ തന്നെ ടൈഗർ വളരെ മാന്യമായി നടക്കുകയും ക്യാമറയിലേക്ക് നോക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് തൊറാട്ടിൻ്റെ അടുത്തേക്ക് തന്നെ കൂട്ടിലേക്ക് കയറി. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം, വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scenes we had shot. ഈ സമയത്ത് നമ്മുടെ ക്യാമറയും നന്നായിട്ട് തന്നെ പെരുമാറി, അവർ പ്രവർത്തിച്ചു. അതെപ്പോഴാണ് മനസ്സിലായത്? 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് കൽക്കട്ടയിലെത്തി ചിത്രങ്ങളൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇപ്രാവശ്യം എല്ലാ സീനും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് റേ മീൻ വെൻ ഹി സെഡ് ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? ഇതായിരിക്കും ഈ കഥയുടെ അവസാനം എന്ന് പറഞ്ഞപ്പോൾ റേ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്? അതിൻ്റെ ആൻസർ, റേ ബിലീവ്ഡ് ദറ്റ് ദ ഷൂട്ടിംഗ് വാസ് പെർഫെക്റ്റ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ്, ബട്ട് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ 2 days. അതായത് ആ ആദ്യമേ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ റേ വിചാരിച്ചു എല്ലാം ഓക്കെയാണ്, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ സത്യത്തിൽ ക്യാമറ അവിടെ ഫെയിലാകുകയായിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇതാണ് ഇവിടെ അദ്ദേഹം അർത്ഥമാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 19. വൈ വാസ് മിസ്റ്റർ തൊറാട്ട് ആസ്ക്ഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ? ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് മിസ്റ്റർ തൊറാട്ടിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? ഇറ്റ് ഈസ് ബിക്കോസ് ദ ക്യാമറ ഫെയിൽഡ്, സോ ദേ ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. സോ മിസ്റ്റർ തൊറാട്ട് വാസ് ആസ്ക്ഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ. അതായത് ആദ്യത്തെ പ്രാവശ്യം ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് വീണ്ടും എല്ലാം ഒന്നും കൂടെ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശ്രമിക്കാമെന്ന് തൊറാട്ടിനോട് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് വാസ് ദ മാജിക് പെർഫോംഡ് ബൈ ദ ടൈഗർ? കടുവ അവിടെ ചെയ്ത ആ മാജിക് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഹിയർ ദ ടൈഗർ എമേഴ്സ്ഡ് വിത്ത് എ ലൗഡ് റോർ ആൻഡ് ചാർജ്ഡ് അറ്റ് ദ വില്ലേജേഴ്സ്. ദേ ഓൾ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ ദ മാജിക്. അവിടെ പറഞ്ഞതൊന്നും അനുസരിക്കാതെ കൂട്ടം കൂടി നിന്ന നമ്മുടെ വില്ലേജേഴ്സിൻ്റെ മുന്നിലേക്ക് കടുവ ഗർജിച്ചുകൊണ്ട് എടുത്ത് ചാടി അങ്ങ് ചെന്നു. ആ നിമിഷം തന്നെ ആ ജനങ്ങളെല്ലാം അവിടെ നിന്നും അപ്രതീക്ഷിതമായി, ഒരു മാജിക്കിൽ എന്ന പോലെ എല്ലാവരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു മാജിക്കാണ് നമ്മുടെ കടുവ അവിടെ പ്രവർത്തിച്ചത്. നൗ ക്വസ്റ്റ്യൻ 21. ക്വസ്റ്റ്യൻ നമ്പർ 21. What was really required of the tiger in that scene? അപ്പോൾ ആ രംഗത്ത് യഥാർത്ഥത്തിൽ കടുവയിൽ നിന്ന് എന്തായിരുന്നു പ്രതീക്ഷിച്ചത്, എന്തായിരുന്നു കടുവ ചെയ്യേണ്ടിയിരുന്നത്? ആക്ച്വലി ദ ടൈഗർ വാസ് റിക്വയർഡ് ടു വാക്ക് ഓവർ ദ സ്പോട്ട് വിച്ച് വാസ് ചോസൺ ബൈ ദം ആൻഡ് മൂവ് അബൌട്ട് ക്വയറ്റ്ലി ഫോർ എ വൈൽ. അതായത് കടുവ ഇങ്ങനെ നടന്നു വരണം, അവരൊരു സ്പോട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങോട്ട് നടന്നു വന്നിട്ട് ജസ്റ്റ് വളരെ സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുക, അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ,
Now, the last question number 22. What did Ray and his team realize 2 days later? 2 ദിവസം കഴിഞ്ഞ് റേയും അദ്ദേഹത്തിൻ്റെ ടീമും എന്താണ് മനസ്സിലാക്കിയത്? Ray and his team realized that the camera did its role very well this time. ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് 2 ദിവസത്തിന് ശേഷം മനസ്സിലാക്കിയത്. Okay, so this is all about our story, Project Tiger.